ഗ്രൂപ്പില്ല കോൺഗ്രസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഒരു കൂട്ടായ്മ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ജീവിക്കാനായി വിദേശത്ത് അത്യധ്വാനം ചെയ്യുന്നതിനിടയിലും രാഷ്ട്രീയ വിശ്വാസ പ്രമാണങ്ങൾ സംരക്ഷിക്കാനും ആ പ്രത്യയശാസ്ത്ര വീക്ഷണത്തെ നെഞ്ചോട് കൂട്ടിച്ചേർക്കാനും രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവിന് കളമൊരുക്കാൻ അർപ്പണ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ പ്രവർത്തനം നോക്കിക്കാണുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്, അതിലേറെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങൾ ഓരോരാളുകളെയും അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഭരണാധികാരം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. 70 വർഷക്കാലം സ്വാതന്ത്ര്യം പിന്നിട്ട ഭാരതത്തിൽ 60 വർഷം ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലില്ല, കേരളത്തിൽ അധികാരത്തിലില്ല. പക്ഷേ കേരളത്തിലും കേന്ദ്രത്തിലും അധികാരം നഷ്ടപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ജനമനസ്സിന്റെ അകത്ത് ഇന്നും ജീവിക്കുന്ന ഒരു തീജ്വാലയാണെന്ന തിരിച്ചറിവ് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ, കോൺഗ്രസ് രഹിത ഭാരതം എന്ന മുദ്രാവാക്യം മുഴക്കി കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നം പൂവണിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല ഇന്ത്യയിൽ. കോൺഗ്രസ് ഇന്ത്യക്ക് അനിവാര്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ത്യയുടെ ആത്മാവാണ് മതേതരത്വം. ആ മതേതരത്വം സംരക്ഷിക്കാൻ ഹിന്ദു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പോരാടാനും മതേതരത്വത്തിന്റെ പോരാളികളായി ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിന്റെ അകത്ത് മതേതരത്വത്തിന്റെ സന്ദേശം എത്തിക്കാനും സാധിക്കുന്ന ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഏക പതാക കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ കോൺഗ്രസിന്റെ അനിവാര്യത നിങ്ങൾക്ക് ബോധ്യമാകും. കോൺഗ്രസിന് മരണമില്ല. ശക്തമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ തിരിച്ചു വരും. വർഗീയ ഫാസിസത്തിന്റെയും വർഗഫാസിസത്തിന്റെയും മധ്യത്തിലാണ് കോൺഗ്രസ് ഇന്ന്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വർഗീയ ഫാസിസം ശക്തമായി കാലുറപ്പിക്കാൻ, ചുവടുറപ്പിക്കാൻ പാടുപെടുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വർഗഫാസിസമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നു കൊച്ചു കേരളം. ഇന്ന് കൊലപാതക രാഷ്ട്രീയത്തിന്റെ പരമ്പര സൃഷ്ടിക്കുകയാണ്. ഒന്നിന് പിറകെ മറ്റൊന്നായി ഗോൾ ഏവറേജിൽ കൊല നടക്കുന്നു കണ്ണൂർ ജില്ലയിൽ. നമ്മുടെ മണ്ണിൽ, നമ്മുടെ ജില്ലയിൽ ജനാധിപത്യ സംവിധാനങ്ങളെ ചവിട്ടിമെതിച്ച് അക്രമത്തിന്റെ തേർവാഴ്ചയുടെ 2 മുഖങ്ങളായി CPM-ഉം BJP-യും മാറിയിരിക്കുന്നു. ആയുധമെടുത്തു പോരാടുന്ന പോരാളികളെപ്പോലെ, യുദ്ധമുന്നണിക്കകത്ത പടയാളികളെപ്പോലെ രാഷ്ട്രീയ രംഗത്ത് ക്രമസമാധാനം തകർത്തുകൊണ്ട് നിരപരാധികളായ രാഷ്ട്രീയ പ്രവർത്തകന്മാരെ കൊന്നൊടുക്കി പോർമുഖം തുറക്കുന്ന വർഗഫാസത്തിന്റെയും വർഗീയ ഫാസത്തിന്റെയും ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെതിരെ ജനമനസ്സുണർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ കൊലപാതകങ്ങൾ ആസൂത്രിതമാണ്. ആസൂത്രിതമായ കൊലപാതകത്തിന്റെ പിറകിൽ പാർട്ടി നേതൃത്വത്തിന്റെ അറിവുണ്ടാകും. ആ പാർട്ടി നേതൃത്വത്തിന്റെ അറിവില്ലാത്തൊരു കൊലപാതകം ഈ കണ്ണൂർ ജില്ലയിലോ കേരളത്തിലോ നടക്കില്ല എന്ന് നമുക്കറിയാം. CPM-നെ സംബന്ധിച്ച് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയും കൊലപാതകം നടത്തുമ്പോൾ അതിന് അവസാനത്തെ വാറണ്ടിൽ ഒപ്പുവെക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ അതിന് അധികാര രാഷ്ട്രീയത്തിന്റെ ലഹരി മൂത്ത് കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള പോർമുഖം തുറക്കുന്ന BJP-യെ സംബന്ധിച്ചിടത്തോളവും ആക്രമം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലി അതിന്റെ ഭാഗമായി മാറ്റിയ വർഗീയ ഫാസിസമാണ് NDA അല്ലെങ്കിൽ BJP എന്നത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നടുവിൽ കോൺഗ്രസ് നിൽക്കുന്നു. ദുർഭരണം കാഴ്ചവെച്ച് 4 മാസക്കാലം കൊണ്ട് മാത്രം ഈ സംസ്ഥാനത്ത് കേരളം ഇന്നുവരെ കാണാത്ത ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പിണറായി വിജയൻ. അക്രമം ഒരു ഭാഗത്ത് താണ്ഡവമാടുമ്പോ മറുഭാഗത്ത് ബന്ധു നിയമനത്തിന്റെ ആരോപണത്തിൽ കുടുങ്ങി ഒരു മന്ത്രി രാജിവെക്കാൻ പോകുന്നു എന്ന വാർത്ത ഞാനും നിങ്ങളും കേൾക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാരുടെ മക്കൾ തെരുവിൽ അലഞ്ഞു നടക്കുമ്പോ, രക്തസാക്ഷികളുടെ ബന്ധുക്കൾ, അനന്തരാവകാശികൾ തെരുവിൽ അലഞ്ഞു നടക്കുമ്പോ സ്വന്തം കുടുംബക്കാരെ ഉന്നതമായ ജോലി നൽകി അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ ശൈലിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശൈലി. മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറയുന്ന വാദം ശുദ്ധ നുണയാണ്. ക്യാബിനറ്റിന്റെ അകത്ത് EP ജയരാജന് അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിക്കാനുള്ള സന്ദർഭം കൊടുക്കാതിരുന്നത് വിശദീകരിക്കുന്നത് ആവശ്യമില്ലാത്തത് കൊണ്ടല്ല. വിശദീകരിച്ചാൽ പല രഹസ്യങ്ങളും പുറത്തുവരും.
ആരുടെയൊക്കെ ബന്ധുക്കളാണ്? മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ അടക്കം ബന്ധുക്കൾക്ക് ജോലി നൽകിയിട്ടുണ്ട്. ആശ്രിത നിയമനത്തിന്റെ പുറത്ത് EP ജയരാജൻ കുരിശിലേറുമ്പോ ആ കുരിശിലേറാൻ ബാധ്യതപ്പെട്ടവർ, ആ കുരിശിലേറാൻ അർഹതപ്പെട്ടവർ CPMന്റെ അകത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു പിടി നേതാക്കന്മാരുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ബന്ധു നിയമനത്തിന്റെ ഈ ഊരാക്കുടുക്കിൽ ഇടതുപക്ഷം നട്ടം തിരിയുകയാണ്. അക്രമ രാഷ്ട്രീയത്തിന്റെ തേർവാച്ച കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ കലാപകലുഷിതമാക്കി മാറ്റുകയാണ്. നമുക്ക് ആശങ്കയുണ്ട്. ഗവർണർ ആശങ്ക പങ്കുവച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ആശങ്ക പങ്കുവെക്കുന്നു. പോലീസിന്റെ IG ഉന്നത ഉദ്യോഗസ്ഥൻ നിസ്സഹായനായി കൈമലർത്തുന്നു. ഞങ്ങൾക്കൊന്നും നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് അക്രമം പടരുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തീരുമാനം വേണം എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസ് ഈ അക്രമത്തെ അടിച്ചമർത്താൻ അവർക്ക് സാധിക്കാത്ത നിഷ്ക്രിയത്വത്തിന്റെ മേഖലയിലാണ് കേരളത്തിലെ പോലീസ് എന്ന് IG തന്നെ തുറന്ന് സമ്മതിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം, ഈ പറയുന്ന കൊലപാതകത്തിന്റെ പിന്നാമ്പുറം പരിശോധിക്കാനുള്ള ബാധ്യത കേരളത്തിലെ നമുക്കുണ്ട്, കേരള സമൂഹത്തിനുണ്ട്. ഈ കൊലപാതകത്തിന്റെ പിറകിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെ നേതൃത്വമുണ്ട്, അതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം. P ജയരാജൻ പറയുന്നത്, കോടിയേരി ബാലകൃഷ്ണനും P ജയരാജനും പറയുന്നത് BJPയുടെ കൊലപാതകത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാണ്. BJPയുടെ നേതൃത്വത്തിന്റെ പങ്ക് മാത്രം അന്വേഷിച്ചാൽ മതിയോ? CPM നേതൃത്വത്തിന്റെ പങ്ക് അന്വേഷിക്കണ്ടേ? CPM നേതൃത്വത്തിന്റെ പങ്കും അന്വേഷിക്കണം, BJPയുടെ പങ്കും അന്വേഷിക്കണം. BJPയുടെ പങ്ക് അന്വേഷിക്കുക എന്ന് മാത്രം മുദ്രാവാക്യം മുഴക്കുമ്പോൾ CPMന്റെ പങ്കിനെ അന്വേഷിക്കാതിരിക്കാൻ കേരളത്തിലെ സമൂഹത്തിന് സാധിക്കുമോ? അപ്പോ ഒരു നിഷ്പക്ഷമായ അന്വേഷണം വേണം. ഭരണരംഗത്തിരിക്കുന്ന CPMന്റെ ഭരണത്തിന് കീഴിൽ ഈ ഒരു ഒരു സത്യസന്ധമായ അന്വേഷണം കേരളത്തിലെ പോലീസിന്റെ ഭാഗത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CBIയെ ചുമതലപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. CBI അന്വേഷണം നടത്താൻ തയ്യാറായാൽ ഇതിന്റെ പിറകിലുള്ള യഥാർത്ഥ ശക്തി ആരാണ്, ഏത് നേതാവാണ്, ഏത് നേതൃത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ ഒരിക്കലും രാഷ്ട്രീയ നേതൃത്വത്തെ മുൻപോട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം അത് നമ്മൾ ചന്ദ്രശേഖരൻ കൊലക്കേസ് നമ്മൾ കണ്ടതാ. ചന്ദ്രശേഖരൻ കൊലക്കേസിന്റെ അകത്ത് CBI അന്വേഷണം നടത്തിയിരുന്നു എങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടുന്നത് ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഇതാകുമായിരുന്നില്ല. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? P ജയരാജൻ ഗൂഢാലോചന കേസിൽ പ്രതിയായെങ്കിൽ ആ അന്വേഷണം സത്യസന്ധമായി സുതാര്യമായി മുമ്പോട്ട് CBI നടത്തി മുൻപോട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിൽ പിണറായി വിജയൻ അടക്കം ഗൂഢാലോചന കേസിൽ പ്രതിയാകേണ്ടുന്ന ഒരു കേസ് CBIയുടെ അന്വേഷണം ഇല്ലാത്തത് കൊണ്ട് മാത്രം ശ്രീ പിണറായി വിജയൻ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെടുന്നത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള അവസരമൊരുക്കി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സത്യസന്ധമായ അന്വേഷണം വരണം. സത്യസന്ധമായ നീതി പുലർത്താൻ സത്യസന്ധമായ പ്രവർത്തനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അതിന് കേരളത്തിന്റെ കേരളത്തിൽ നടക്കുന്ന, കണ്ണൂരിൽ നടക്കുന്ന ഈ അക്രമത്തിൽ CPMന്റെയും BJPയുടെയും നേതൃത്വപരമായ പങ്കിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷേ പിണറായി വിജയൻ ഈ സമയം വരെയും ഇത്രയും കൊലപാതകം നടന്നു സ്വന്തം നിയോജക മണ്ഡലത്തിലാണ്. 3 കൊലപാതകം നടന്നു സ്വന്തം നിയോജക മണ്ഡലത്തിലാണ്. ഒരു കൊലപാതകം നടന്നത് അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലാണ്. കലാപം നിർത്താൻ, അക്രമം നിർത്താൻ ഒരു വാക്ക് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്നത് ആശങ്കാകുലമാണ്. മനസ്സിന് നമ്മുടെയൊക്കെ മനസ്സിന്റെ അകത്ത് വലിയ ചിന്ത ഉണ്ടാക്കാൻ പ്രേരിതമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. ഇതുവരെയും ഒരു അക്രമം നിർത്താനുള്ള മുൻകൈയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. സ്വന്തം ജില്ലയിൽ, സ്വന്തം മണ്ഡലത്തിൽ, സ്വന്തം പഞ്ചായത്തിൽ ഈ അറുകൊല രാഷ്ട്രീയം നടക്കുമ്പോൾ ആ കൊലപാതകം അവസാനിപ്പിക്കാനുള്ള ഒരു സന്ധി സംഭാഷണത്തിന് മുൻകൈയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അതിന് മുൻകൈയെടുക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിന്റെ കർത്തവ്യമല്ലേ? ആ കർത്തവ്യം നിറവേറ്റാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്നതാണ് കേരള സമൂഹം ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. അതുകൊണ്ട് അക്രമത്തിന്റെ തേർവാശ നടത്തി ജനാധിപത്യ അവകാശങ്ങളെ കാറ്റിൽ പറത്തി എതിരാളികളെ ഇല്ലാതാക്കി എതിരാളികളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നിഷ്ക്രിയമാക്കാൻ കൊലപാതക രാഷ്ട്രീയവുമായി മുമ്പോട്ടു പോകുന്ന ഈ 2 വർഗ ഫാസിസ്റ്റുകളെ കരുതിയിരിക്കാനുള്ള കരുത്ത് ആർജിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സാധിക്കണം. അക്രമ രാഷ്ട്രീയത്തിന്റെ സന്ദേശം ഈ ജനമനസ്സിലേക്ക് എത്താൻ പ്രേരിതമാകുന്ന ഈ കൊലപാതക പരമ്പര ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയ സന്ദേശമായിരിക്കണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൊതുജനങ്ങളുടെ മനസ്സിനകത്തേക്ക് കൊടുക്കേണ്ടുന്നത്. ജനമനസ്സിൽ സമാധാനത്തിന്റെയും
മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സംരക്ഷകരാകാൻ സാധിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സംഘടിതമായ നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ കൂട്ടായ്മക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. രാഷ്ട്രീയമായി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവസരം കിട്ടുമെങ്കിൽ നേരിൽ നമുക്ക് കാണാം, നേരിൽ നമുക്ക് സംസാരിക്കാം എന്ന് വാക്ക് തന്നുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഇതുപോലുള്ള ചർച്ചകളും ഇതുപോലുള്ള സംവാദങ്ങളും ഇതുപോലുള്ള ഇന്ററാക്ഷൻസും തുടർച്ചയായി നടത്തി ജനമനസ്സിന്റെ അകത്ത് കോൺഗ്രസിന്റെ സന്ദേശം എത്തിക്കുന്ന ഒരു പ്രചരണ വേദിയായി നിങ്ങളുടെ ഈ കൂട്ടായ്മ മാറട്ടെ എന്ന എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന്റെ സംഘാടകരെ അനുമോദിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പൊതുയോഗം അല്ലെങ്കിൽ ഈ മീറ്റിംഗ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. നേരിൽ കാണാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട്. നേരിൽ കാണാൻ അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.